ഐഡിയാസ്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ്. അതായത് പലർക്കും എന്താണ് ഈ ഫുൾ മാർക്കിലേക്ക് എത്താൻ സാധിക്കാറില്ല അല്ലെ. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പാഠങ്ങളും വരികളും പ്രയോഗങ്ങളും എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ കൂടിയും എന്താണ് 40-ൽ 40 കിട്ടാൻ പലർക്കും എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് 36 അല്ലെങ്കിൽ 30 എന്നിവയൊക്കെ ആയി പോകാറുണ്ട്. ഇതിന് കാരണം എന്താണ്, ഇതിനെ എങ്ങനെ മറികടക്കാം, എങ്ങനെ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അതൊക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഒന്ന് നന്നായിട്ട് കണ്ട് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവർക്കും എന്താണ് ഫുൾ മാർക്കിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അപ്പം നന്നായിട്ട് നമ്മുടെ ലൈവ് കണ്ട് ആദ്യം നിങ്ങൾ പഠിക്കണം, പാഠഭാഗങ്ങളൊക്കെ പഠിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയമാണ് അല്ലെ. സമയം നമ്മൾ എങ്ങനെ ക്രമീകരിക്കും, അതിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കിട്ടുന്ന 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. അവിടെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 15 മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യം നന്നായിട്ട് വായിച്ച് അറിയുന്നത് എന്ത് ചെയ്യുക, ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. എത്ര എണ്ണമാണോ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ആ എണ്ണം ഏറ്റവും നന്നായിട്ട് അറിയുന്നതിന് റൗണ്ട് ഇട്ട് വെക്കുക. അതെന്തിനാണ്, എഴുതുന്നതിനനുസരിച്ച്. പെട്ടെന്ന് പിന്നെ നമ്മൾ ഏതാണ് എന്ന് ആലോചിക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ എഴുതി പോകുന്നതിനനുസരിച്ച് അത് വിട്ടിട്ട് പോവുക. അപ്പൊ ഈ സമയത്ത് കൃത്യമായിട്ട് 6 മാർക്കിന്റെ ചോദ്യം എനിക്ക് ഏതാണ് അറിയുക, 4 മാർക്കിന്റെ ചോദ്യം എനിക്ക് ഏതാണ് അറിയുക, അതിന് എന്തൊക്കെ പോയിന്റ്സ് വേണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സമയക്രമീകരണമാണ് ഇത് അല്ലെ. നമ്മൾ 1 മാർക്കിന് എത്ര സമയം എടുക്കും, 1 മാർക്കിന് മാക്സിമം എൻ്റെ മക്കൾ എന്താണ് ഒരു 5 മിനിറ്റ്, അത്രയൊന്നും വേണ്ട അല്ലെ. ഷടപടയെന്ന് പറഞ്ഞ് ഉത്തരം എഴുതുക, അറിയാത്തത് ഉണ്ടെങ്കിൽ ഒഴിച്ചു വിടുക. എന്നിട്ട് ഇതൊന്നും നമ്മളിപ്പോൾ എന്താണ് അറിയാത്തതൊന്നും ഒരാളോടും ചോദിക്കാൻ പോവരുത്, നമ്മൾ ആലോചിക്കാൻ പോവരുത്. അറിയാത്തത് ഇപ്പം അങ്ങ് വിട്ടേക്കുക, അറിയുന്നത് എന്ത് ചെയ്യുക, ഷടപടയെന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് 2 മാർക്കിൻ്റെതിന് നമ്മൾ എത്ര സമയം കൊടുക്കണം, മാക്സിമം ഒരു 5 to 7. മിസ് അത് റൗണ്ട് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ആക്കുക അല്ലെ. നിങ്ങൾക്ക് എന്താണ് വാച്ച് നോക്കുന്ന സമയത്ത് ഇനി 7 ആയോ എന്ന് നോക്കണ്ട, 10 മിനിറ്റ് എടുക്കുക അല്ലെ. ഒരു 2 മാർക്കിനും 10 മിനിറ്റ്, അത് 2-3 വരിയിൽ എഴുതിയാൽ മതി. എന്താണോ ചോദ്യം അതിനൊരു 2-3 വരിയിൽ ഉത്തരം എഴുതി വിടുക. അടുത്ത 2 മാർക്കിന്റെ ചോദ്യം എടുക്കുക, 2-3 വരിയിൽ എഴുതുക, അടുത്ത മാർക്കിന്റെ എഴുതുക. ഈ രീതിക്ക് പെട്ടെന്ന് സ്പീഡ് കൂട്ടണം, കേട്ടല്ലോ. അത് മിസ് ഇപ്പൊ പറയാം. ഇനി അടുത്തത് 4 മാർക്കിന്റെ ഓരോ ചോദ്യത്തിനും ഒരു 5 മിനിറ്റ് എടുക്കാം. അത്രയും സ്പീഡിൽ എഴുതുക, കാരണം നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കുന്നതാ. പിന്നെ നമുക്ക് ചോദ്യം മാത്രം അല്ലെ എഴുതിയാൽ മതി. അപ്പോൾ എല്ലാത്തിന്റെയും ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കല്ലോ 4 മാർക്കിന്. 4 മാർക്കിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് മിസ് എല്ലാത്തിനും തരുന്ന ആമുഖം പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ എന്താണ് അല്ലെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റണം. ഏതെങ്കിലും ഒരു ചോദ്യമൊക്കെ എടുത്ത് മക്കളൊന്ന് വീട്ടിലിരുന്ന് 5 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റുന്നില്ലെന്നൊന്ന് എഴുതി നോക്കണം. ഓക്കെ, ആമുഖം എല്ലാവരും എല്ലാ പാഠത്തിന്റെയും കാണാതെ പഠിച്ചു വെക്കുക. ഇനി അതുപോലെ തന്നെ 6 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് ഒരു 10 to 15 മിനിറ്റ്. അതിൽ എന്തൊക്കെ വേണം, 6 മാർക്കിന്റെ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. അതിന്റെ ഘടന എന്താണോ ചോദ്യത്തിന്റെ ഘടന എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ എന്തായിരിക്കും, ഉപന്യാസമായിരിക്കാം അല്ലെ, ചിലപ്പോൾ എന്തായിരിക്കും, പ്രഭാഷണമായിരിക്കാം. അപ്പോൾ അപ്പോൾ ഉപന്യാസമാണെങ്കിൽ എന്താണ്, തലക്കെട്ട് വേണം എന്ന് ആലോചിക്കണം. ഈ ഏത് 6 മാർക്കിന്റെ ചോദ്യമാണെങ്കിലും 3 പാരഗ്രാഫ് തിരിക്കണം എന്ന് ആലോചിക്കണം അല്ലെ. ഇങ്ങനെ 6 മാർക്കിൻ്റെത് കൃത്യമായിട്ട് മക്കൾ കുറച്ചുകൂടെ ശ്രദ്ധ ഊന്നേണ്ടതാണ്. ഇനി ഇപ്പൊ സമയം നിങ്ങൾ പാലിച്ചെഴുതി അല്ലെ. ഒരു 5 മിനിറ്റ് കൊണ്ട് 4 മാർക്ക് എഴുതി, ഒരു 10 to 15 മിനിറ്റ് കൊണ്ട് 6 മാർക്കിന്റെ ഒരു ചോദ്യം എഴുതി. അങ്ങനെ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടോ അത്രയും ചോദ്യത്തിന് ഈ സമയം വെച്ചിട്ട് എഴുതുക. ഇങ്ങനെ എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് 4 മാർക്കിന് എത്ര പേജ് എഴുതണം. 4 മാർക്കിന് എൻ്റെ മക്കൾ ഒരു 5 വരി ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ അല്ലേ കുറച്ച് ഉരുട്ടി വലുതാക്കി എഴുതിയതിനു ശേഷം ഒരു ചോദ്യം കൂടെ എഴുതി ഒരു 3/4 ഈ ഒരു ഭാഗം മുഴുവൻ എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 6 മാർക്കിനാണെങ്കിൽ തലക്കെട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ തലക്കെട്ട് കൊടുക്കുക, സംബോധന കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ. അതിനുശേഷം ആമുഖം, അതുപോലെ തന്നെ വിശദീകരണം, ഒരു ഉപസംഹാരം അടക്കം ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗത്തിന്റെ ഒരു പകുതിയോളെങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 1.5 പുറം എന്നാ പറയാം, 1.5 പുറമെങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ 3 പാരഗ്രാഫ് 6 മാർക്കിന് മറന്നു പോകരുത്. ഒന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, പിന്നെ നോക്കേണ്ടതാണ് നമ്മൾ പേപ്പർ അല്ലെ, എത്ര പേപ്പർ എഴുതണം എന്നുള്ളത് നോക്കണം. അതും നമ്മൾ എന്ത് ചെയ്യണം, പേപ്പർ എത്ര എണ്ണം എഴുതണം എന്നുള്ളത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, ക്വസ്റ്റ്യൻ നമ്പർ എല്ലാത്തിനും ഇട്ടിട്ടുണ്ടോ, ഈ കെട്ടിയതിന്റെ ഉള്ളിൽ ആയി പോയിട്ടില്ലല്ലോ എന്നൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ
ശ്രദ്ധിച്ച് നോക്കി എഴുതുക. ഈ രീതിക്ക് എൻ്റെ മക്കൾ നന്നായിട്ട് ലൈവ് കണ്ട് പഠിക്കുകയും സമയം പാലിച്ച് എഴുതുകയും അതുപോലെ തന്നെ നമ്പറൊക്കെ ഇട്ട് വൃത്തിക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ മക്കൾക്കും എന്താണ് ഫുൾ മാർക്കിൽ എത്താൻ സാധിക്കും. എല്ലാവർക്കും എന്താണ് എത്താൻ സാധിക്കട്ടെ. എല്ലാവരും എന്ത് ചെയ്യണം, കയ്യിൽ ഒരു 2-3 പേനയൊക്കെ കയ്യിൽ കരുതിക്കോളാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ഒക്കെ നമ്മൾ ചില ഉദ്ധരണികൾ കോട്ടിങ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എന്താണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഫുൾ മാർക്കിലേക്ക് എത്താൻ സാധിക്കും. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.